സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാറായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇന്ത്യയിലുള്ള ഒരേ ഒരു വണ്ടി, അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ W22 ബ്രാബസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു W221S500 ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് വണ്ടി. എന്താ പറയുക, W22 ബ്രാബസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു W221 ജനറേഷനിൽ വരുന്ന ഒരു മെഴ്സിഡീസ് ബെൻസ് എസ് ക്ലാസ് S500 ആണ് ഈ ഒരു കാർ എന്ന് പറയുന്നത്. ഒരു ഫുള്ളി ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു അഡാറ് വണ്ടിയാണിത്. ഏകദേശം ഒരു എന്താ പറയുക 13 ലക്ഷം രൂപക്ക് അടുത്ത് ഈ ഒരു വണ്ടിക്ക് പൈസ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ടോക്കിയോന്ന് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലപ്പാറുള്ള എൽഡറാഡോ മോട്ടോ വർക്ക്സ് ആണ് ഈ ഒരു കാറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ ഒരു ബ്രാബസിൻ്റെ ലോഗോ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ തന്നെ ഉണ്ട്. പിന്നെ അതൊരു LED ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു W222 ബെൻസിൽ കാര്യങ്ങളിലൊക്കെ കാണുന്ന അതേ ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ വരുമ്പോൾ ആ ഒരു മാഫിയ ലുക്ക് എൻ്റെ പൊന്നെ സീനാണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതിനൊരു എന്താ പറയുക 20 ഇഞ്ച് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു അലോയ് വീൽസ് തന്നെയാണ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രാബസിൻ്റെ ലോഗോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇവിടെ ഒരു ഈ ഒരു വീലുമലും ബ്രാബസിൻ്റെ ലോഗോ ഉണ്ട്. ഇനി ഇങ്ങനെ ഈ ഒരു ബാക്കിലോട്ട് ഇങ്ങനെ വരുമ്പോൾ 2 LED ടെയിൽ ലാമ്പാണ് ഈ ഒരു കാറിന് കൊടുത്തിട്ടുള്ളത്. LED ടെയിൽ ലാമ്പ് തന്നെയാണ്. പിന്നെ ആ ഒരു ബ്രാബസിൻ്റെ അതേ ഒരു എന്താ പറയുക ആ ഒരു ഡിഫ്യൂസറും ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എക്സോസ്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു റേസിൻ്റെ വാൽട്രോണിക്സ് എക്സോസ്റ്റാണ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു V8 എഞ്ചിനും ആ ഒരു എക്സോസ്റ്റും കൂടി ചേരുമ്പോൾ അതിൻ്റെ സൗണ്ട് മാരകമാണ്. പിന്നെ അതിൻ്റെ ആ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു കവറിങ് ഇവിടെ ഒരു ആ ഒരു ബ്രാബസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കാറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 430 bhp ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു 4.7 ലിറ്റർ ബൈ ടർബോ V8 എഞ്ചിനാണ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 0 to 100 ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് 5 സെക്കൻഡ്സ് മാത്രമാണ്. ഈ ഒരു വണ്ടി പറക്കും എന്ന് പറഞ്ഞാൽ പറക്കും. വേറെ ലെവൽ വണ്ടിയാണ്. ആ ഒരു V8 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ മാരകമാണ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ മാരക സൗണ്ട് അത് കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇതൊരു ലക്ഷറി കാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഇതിൻ്റെ തുറന്നിട്ടില്ല. ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് സോഫ്റ്റ് ടച്ച് ഡോർസ് ആണ്. കണ്ടോളൂ. ആവണില്ല കാരണത്തില്ലേ സംഭവം കണ്ടില്ലേ, താനവിടെ അടഞ്ഞു പോയി. ഫുൾ അടഞ്ഞിട്ടില്ലെങ്കിൽ താന അടഞ്ഞാണ്ട് പോയി. പിന്നെ അതിന് വേറൊരു പരിപാടി എന്ന് വെച്ചാൽ വല്ലാത്ത ജാതി ചാവി ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഇത് താനെ ഓപ്പണായി, മൊത്തത്തിലാണ്ട് ഓപ്പണായി. ഇതിങ്ങനെ നീ ക്ലോസ് ചെയ്യാൻ
ഫുൾ ക്ലോസ്. ഇതിൻ്റെ വിൻഡോസും സൺറൂഫും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ കീ വെച്ച് തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. അതാണ് ഈ ഒരു കാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കാറിന് മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ റെഫ്രിജറേറ്ററൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാറിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെയാണ്, അങ്ങനെ തുറന്നിട്ട് ഉള്ളിൽ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഈ ഒരു കാറിന് ഇൻബിൽട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, എല്ലാ ഡോർസിലും എല്ലാ വിൻഡോസും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, എയർ വെൻറ്റിലേഷനുള്ള സീറ്റ്സാണ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുള്ളത്. എയർ വെൻറ്റിലേഷനോട് കൂടിയിട്ടുള്ള സീറ്റാണ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റു കാറുകളിലൊക്കെ കാണാത്ത പോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ തീരൂല, അത്രമാത്രം ഫീച്ചേഴ്സ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എയർ വെൻറ്റിലേഷനൊക്കെയുള്ള സീറ്റാണ് ഇതിലുള്ളത്. പിന്നെ അടിയിൽ എ സി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരു എ സി ഉണ്ട്, അടിയിൽ എ സി ഉണ്ട്, മൊത്തത്തിലൊരു എ സിയുടെ ഒരു മയം. പിന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ പൊക്കാം. പിന്നെ അതിന് നമ്മളെ ഈ ഒരു ഡോർമലാണ് ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ പോവും. നമ്മുടെ ഹെഡ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഡോർമൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു എയർ വെൻറ്റിലേഷൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതിമേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പനാരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ സീറ്റുമേലും ഓരോ എന്താ പറയുക ടി വി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ പറയാൻ നിന്നാൽ മൊത്തത്തിൽ പറഞ്ഞ് തീരില്ല, അത്രയ്ക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഡോർ വണ്ടിയില്ലേ, ആ ഒരു സോഫ്റ്റ് ടച്ച് ഡോർസാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള റസാനാണ്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവൻ്റെ പേജിലൊന്ന് നിങ്ങൾ കയറി നോക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കിട്ടിലും ബൈക്കിൻ്റെയും കാറിൻ്റെയും വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.